പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. എക്സൈറ്റിംഗ് കാഴ്ചയായിരുന്നു എല്ലാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളപ്പം വിവേറിയത്തിനെ പറ്റിയിട്ടും അതേപോലെ ബട്ടർഫ്ലൈ എക്സിബിഷൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബി ഡ്രാഗൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇപ്പം ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നേരെ കേവിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഓഡിയോ ഗൈഡ് കിട്ടി. ആ സമയം തൊട്ട് അവർ ഓരോ ഇൻഫർമേഷൻസ് ഓഡിയോ ഗൈഡിലൂടെ പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിനിൻ്റെ അങ്ങോട്ടേക്കാണ്. ഈ കാണുന്ന യെല്ലോ കളറിലുള്ളതാണ് കേട്ടോ ട്രെയിന്. ചെറിയ ട്രെയിനാണ്. സോ ഈ ട്രെയിനാണ് ഈ കേവിൻ്റെ അകത്തൂടെ പോകുന്നത്. ഓഡിയോ ഗൈഡിൻ്റെ അകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, കേവിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴും ആരും മാറിപ്പോരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കേവിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാനെന്ന്. ഇതേപോലത്തെ നല്ല നീളമുള്ള ട്രെയിനിലാട്ടോ ഞങ്ങളും കയറിയേക്കുന്നത്. നമ്മൾക്ക് ഈ ട്രെയിൻ ജേർണിയിൽ കംപ്ലീറ്റ് നമുക്ക് വീഡിയോസ് ഒന്നും അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെയുള്ള ചെറിയ സ്പീഷീസൊക്കെ ഹാംഫുള്ളാണ്, അവർക്ക് ഹാംഫുള്ളാണ്. സോ നമ്മൾക്ക് ഇവർ പറയും ഏതൊക്കെ സ്പോട്ടിലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന്. അവിടെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ എടുക്കുന്ന വിഷ്വൽസൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഓഡിയോ ഗൈഡിലെ ഇൻസ്ട്രക്ഷനായിട്ട് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഈ കേവിൻ്റെ അകത്തോടെ ഈ ട്രെയിൻ പോകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും എണീറ്റ് നിൽക്കുവോ കൈ പൊക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരത് പറയുന്നതെന്ന്. ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി കേവിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. ഈ കേവിനുള്ളിൽ നമുക്ക് സ്റ്റാലക്മൈറ്റ് സ്റ്റാലക്ടൈറ്റ് ഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്റ്റാലക്മൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവിന്റെ ഫ്ലോറിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു റോക്ക് ഫോർമേഷനെയാണ് പറയുന്നത്. അതിന്റെ കാരണം ഈ കേവിന്റെ സീലിംഗ് ഡ്രിപ്പിങ്ങിൽ നിന്ന് വരുന്ന സബ്സ്റ്റൻസ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ആവും താഴേക്ക് വന്നു കഴിയുമ്പം. അങ്ങനെയാണ് ഇത് മുകളിലേക്ക് ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു റോക്ക് ഫോർമേഷനിൽ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്നത്. അതേപോലെ സ്റ്റാലക്ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉണ്ടാകുന്ന ഒരു റോക്ക് ഫോർമേഷനെയാണ് പറയുന്നത്. അതിപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് പോലെ തോന്നും, ഈ കാണുന്നത് പോലെ. ഈ കേവിൻ്റെ അകത്ത് ബേബി ഡ്രാഗണെ പോലെ ഒരുപാട് സ്പീഷീസ് ഉണ്ട് കേട്ടോ.
അതൊക്കെ ഇരിക്കട്ടെ, ഈ ബേബി ഡ്രാഗൺ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഏകദേശം 400 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു ബേബി ഡ്രാഗണെ ആദ്യമായിട്ട് മനുഷ്യർ കാണുന്നത്. അപ്പോഴവർ വിശ്വസിച്ചിരുന്നത് ഈ കേവിനകത്ത് ഒരു ഭീകരനായ ഡ്രാഗൺ ഉണ്ടെന്നും അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ ബേബി ഡ്രാഗൺ എന്നുമാണ്. അങ്ങനെയാണ് എല്ലാവരും ഇതിനെ ഒരു ബേബി ഡ്രാഗൺ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതേപോലെ വെർട്ടിബ്ര ഇനത്തിൽ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ഒരേ ഒരു ജീവജാലമാണ് കേട്ടോ ഈ ബേബി ഡ്രാഗൺ. കഴിഞ്ഞില്ല കേട്ടോ, ബേബി ഡ്രാഗണിന്റെ വിശേഷങ്ങൾ ഇനിയുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ വിവരീയത്തിൻ്റെ അകത്ത് ഞാൻ നല്ല ക്ലോസ് ലുക്കിലെ ബേബി ഡ്രാഗണെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ കളർ ഏകദേശം ഒരു പെയിൽ പിങ്ക് കളറാണ്, അതായത് ഹ്യൂമൻ സ്കിന്നിൻ്റെ കളർ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ അതിനെ ഹ്യൂമൻ ഫിഷ് എന്നും വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ബേബി ഡ്രാഗൺ ഏകദേശം ഒരു 30 to 40 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അതുപോലെ തന്നെ 12 വർഷത്തോളം അത് ഫുഡ് ഇല്ലാതെ ജീവിക്കും. പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം 100 വർഷമാണ് ഇത് ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറിലുമാണ് കേട്ടോ ജീവിക്കുന്നത്. ബേബി ഡ്രാഗണ് കാഴ്ചശക്തി ഇല്ല എന്നാണ് പറയുന്നത്, പക്ഷെ അതിന് ഭയങ്കര കേൾവിശക്തിയാണ്. അതുപോലെ തന്നെ വൈബ്രേഷൻസ് എല്ലാം അവർക്ക് വേഗം മനസ്സിലാവും. ഇതേപോലത്തെ കേവ് സ്ട്രക്ചർ നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു കേവ് വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ മിസ്സാക്കാതെ പോവുക. കാരണം ഇത് ലൈഫിൽ 1 ടൈം കിട്ടുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്കും. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് പൊസിറ്റാന കേവിനെ പറ്റിയും ബേബി ഡ്രാഗണെ പറ്റിയും പിന്നെ ഈ ഹിസ്റ്ററി എങ്ങനെയാണ് ഈ കേവ് ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബ്രൗസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. കൂടുതലായി പറഞ്ഞ് ഇനി ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഇനി കേവിൻ്റെ പല ആംഗിളിൽ നിന്ന് എടുത്ത വിഷ്വൽസും എല്ലാം കാണാം.
പിന്നെ ദാ ഈ കാണുന്ന പോസ്റ്റ് ഓഫീസ് എവിടാണെന്നറിയോ? കേവിൻ്റെ അകത്ത് തന്നെയാണ് ഈ പോസ്റ്റ് ഓഫീസും. നിങ്ങൾക്ക് ലോകത്ത് ഏത് കേവിൽ ചെന്നാലും ഇതേപോലത്തെ ഒരു പോസ്റ്റ് ഓഫീസ് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ലോകത്തിൽ തന്നെ ഈ ഒരേ ഒരു പോസ്റ്റ് ഓഫീസേ ഉള്ളൂ കേവിനകത്തുള്ളത്. അത് സ്ലൊവേനിയയിലെ പൊസിറ്റാന കേവിലാണുള്ളതും. ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് പോസ്റ്റ് കാർഡ്സ് ഒക്കെ കിട്ടും. അങ്ങനെ ഞാനും ദീപും കണ്ണനും എല്ലാം പോസ്റ്റ് കാർഡ് എഴുതിയിട്ടു നമ്മുടെ നാട്ടിലെ അഡ്രസ്സിൽ. അത് 1 മന്തിനുള്ളിൽ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. പോസ്റ്റ് കാർഡ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സോവനിയേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടാണ് നമ്മുടെ പൊസിറ്റാന കേവിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും. ഇവിടെ നിന്ന് നമുക്ക് ഇനി തിരിച്ച് ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ദാ ഈ കാണുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ന്യൂ ഇയറിനും അതേപോലെ ക്രിസ്മസിനും ഒക്കെ നടക്കാറുണ്ട്. അതാ നിങ്ങൾ ഈ ബെഞ്ചൊക്കെ ഇവിടെ കാണുന്നത്. നമ്മൾ സോവനിയേഴ്സ് ഒക്കെ നോക്കിയിരുന്നത് കൊണ്ട് ടൈം വേഗം പോയി. നമ്മളിപ്പം വേഗം ഓടിച്ചെല്ലുമായിരുന്നു ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ആൾക്കാരൊക്കെ കയറി അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നമ്മൾ വന്ന വഴിയല്ല തിരിച്ച് ഈ ട്രെയിൻ പോകുന്നത്. ഇതിന് ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിവ്ക റിവർ കാരണമാണ് ഈ ഒരു വലിയ കേവ് ഉണ്ടായതെന്ന്. സോ ഇപ്പോൾ ആ പിവ്ക റിവർ ഒഴുകുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൊസിറ്റാനോ കേവ് ഒക്കെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു. ഇപ്പം ഞങ്ങൾ ക്രൊയേഷ്യക്ക് പോവാണ്. നല്ല ഒരു വർത്ത് വിസിറ്റ് ആയിരുന്നു ഈ പൊസിറ്റാനോ കേവ്. സോ സ്ലൊവേനിയയിൽ ആരെങ്കിലും അല്ലെങ്കിൽ ക്രൊയേഷ്യയിൽ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിറ്റാനോ കേവും കൂടെ കവർ ചെയ്ത് ക്രൊയേഷ്യയിൽ പോകുന്നത് നല്ലതാണ്.
ആർക്കെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ പുസിക്കാനോ കേവിനെ പറ്റി? അടിപൊളിയായിരുന്നു. നമ്മള് ജോഗ്രഫിയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നല്ലതായിരുന്നു. അത് നേരിട്ട് കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഒരു എക്സൈറ്റിംഗ് കാഴ്ചയായിരുന്നു എല്ലാം. പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുകയില്ല ആൾക്കാരെ. നേരിട്ട് കണ്ടാൽ മാത്രമേ അതിന്റെ ഇതറിയത്തുള്ളൂ. അച്ഛനോ? അച്ഛൻ എന്നാ പറയാനുള്ളത്? ലോകത്തിലെ ഒരു അത്ഭുത കാഴ്ചയാ. നമ്മൾ എത്ര പറഞ്ഞാലും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഇത് ഒന്ന് കാണണം. കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോ കാണിക്കുമ്പോഴേ ഇതൊരു അത്ഭുതമാണെന്ന് ആളുകൾക്ക് തോന്നും. കേവി നിറയും കഴിഞ്ഞ് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ക്രൊയേഷ്യയിലോട്ടുള്ള ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങളിപ്പം ക്രൊയേഷ്യയിലെത്തുമ്പം രാത്രിയാവും, 11 മണിയൊക്കെ ആവും. സോ അപ്പോഴത്തേക്കിന് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. അതുകൊണ്ട് ഇനിയും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കാണാനും ഇല്ല. സന്ധ്യയായി ഇരുട്ടായി വരുവാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ റോഡിൽ കാർ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം. അപ്പോഴിനിയും നമ്മൾക്ക് നാളെ തൊട്ട് ക്രൊയേഷ്യയിലുള്ള സ്ഥലങ്ങളും ക്രൊയേഷ്യ വിസിറ്റും ഒക്കെ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.